പ്രൈസ് ദി ലോർഡ്. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 1:18 വാക്യം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം നമ്മുടെ ശക്തിയാകുന്നു എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. അപ്പോൾ ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രൂശിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:14 പറയുന്ന ഒരു വാക്യമുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും എന്നുവെച്ചാൽ ക്രൂശിതനായി മരിച്ച് ഉയർക്കുന്ന അല്ലെങ്കിൽ ഉയർത്ത യേശുവിലേക്ക് നോക്കി അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും, നിത്യജീവനെ പ്രാപിക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതായിട്ട് നാം കാണുന്നു. സർപ്പം എന്നത് പാപത്തിൻ്റെ അടയാളമാണ്. കാരണം പാമ്പാണ് മനുഷ്യനെ ചതിച്ച് വഞ്ചിച്ച് പാപത്തിൽ വീഴ്ത്തിയത്. പാപം എന്നാൽ അനുസരണക്കേടിലേക്ക് വീഴ്ത്തിയത്. അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ കർത്താവിന് ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ക്രൂശിക്കപ്പെടാൻ ഇടയായത് മനുഷ്യരെല്ലാം പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 21 അധ്യായം 9 വാക്യത്തിൽ അതിനടിസ്ഥാനമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പ്രൊവിഷനെതിരായിട്ട് തങ്ങൾക്ക് കിട്ടുന്ന അപ്പവും അല്ല എങ്കിൽ ആ മന്നായിക്കെതിരായിട്ടൊക്കെ പിറുപിറുത്തു, വളരെയധികം പരാതി പറഞ്ഞു, നന്ദികേടിൽ സംസാരിച്ചു. അപ്പോൾ കർത്താവിനത് അനിഷ്ടമായി. അപ്പോൾ ആ പാളയത്തിൽ സർപ്പങ്ങൾ ധാരാളം വന്ന് ഇവരെ കടിക്കുവാനും അനേകരെ മരിച്ചു പോകുവാനും ഇടയായി. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് മോശ ചെന്നു. എന്താണ് ഇതിനൊരു പരിഹാരം വേണമല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക അല്ലെങ്കിൽ അവിടെ വയ്ക്കുക. അതിൽ നോക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന്. അവർ കടിയേറ്റവരാണെങ്കിൽ തന്നെയും അവർ ജീവിക്കും എന്നാണ് പറഞ്ഞത്. ഈ താമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം ന്യായവിധി എന്നാണ്, അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് എന്നാണ്. അപ്പോൾ റെവലേഷൻ 1:14 യേശു ക്രിസ്തുവിൻ്റെ കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ കർത്താവ് ന്യായം വിധിക്കുന്ന ഒരു കർത്താവാണ്. പാപത്തെ ന്യായം വിധിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ തന്നെ സ്വയം യാഗമായി പാപമായി തീർന്ന് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അവിടെ നമ്മുടെ പാപത്തിൻ്റെ ന്യായവിധി അവിടെ നടക്കുകയാണ്. ആ ന്യായവിധി എന്ന് വെച്ചാൽ നാം കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രൂശിതനായ ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായത്തിലും വളരെ നന്നായിട്ട് അത് ആ ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുകയാണ്. ആ സർപ്പത്തെ നോക്കി എങ്ങനെ, അതായത് താമ്ര സർപ്പത്തെ, ആ ജഡ്ജ്മെൻറ്റ്, പാപത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് അവിടെ ഉണ്ടായതിൽ നാം വിശ്വസിച്ചാൽ നാം രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യമാണ് അവിടെ അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം?
നാം ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ്റെ ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നാം മനസ്സിലാക്കി അവൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തിയിൽ നാം വിശ്വസിച്ച് കഴിഞ്ഞാൽ നാം രക്ഷിക്കപ്പെടും, നാം നിത്യജീവനെ പ്രാപിക്കും. അതായത് താമ്ര സർപ്പമായി തീർന്ന കർത്താവ് എന്ന് വെച്ചാൽ കർത്താവ് പാപമായി തീർന്നു. കർത്താവ് ആ ജഡ്ജ്മെൻ്റ്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും ക്രൂശിൽ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അപ്പോൾ അതിൽ വിശ്വസിക്കുക. അതിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇതാണ് പുതിയ നിയമത്തിൻ്റെ, അതായത് കൃപയുടെ സുവിശേഷമെന്ന് പറയുന്നത് ഇതാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വം, അവർക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ രക്ഷിക്കപ്പെടാനായിട്ട് കർത്താവ് വിധിച്ചിരിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ കർത്താവ് കണ്ടിരിക്കുന്ന നമുക്ക് അത് വിജയക്കൊടിയാണ്. കർത്താവിൻ്റെ ക്രൂശ് നമ്മുടെ വിജയത്തിൻ്റെ അടയാളമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ.